പ്രതീക്ഷയുണ്ട്, അങ്ങോട്ട് സ്റ്റാൻഡ് മാറ്റാന്നുള്ള പ്രതീക്ഷയുണ്ട്. തിരക്കനും കൊടുക്കില്ല, അല്ലാതെ തന്നെ തിരക്കാം. പിന്നെ പവറാത്ത പാലം പണി കൂടെ തീർന്നു കഴിയുമ്പോൾ വലിയ വണ്ടി കൂടെ വരാം. ഇവിടുന്ന് മറിയപ്പള്ളി വരെയൊക്കെ ചിലപ്പം 10 മിനിറ്റ് കൊണ്ടൊക്കെ ബ്ലോക്ക് ഉണ്ടാകും സംഭവം. നമുക്ക് അതിന്റെ ഓട്ടം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ വെച്ചാൽ മൊത്തമായിട്ട് ബ്ലോക്ക് ആവും. ഇവിടുന്ന് ബൈപ്പാസ് ഉള്ളതുകൊണ്ട് ഇതിലെ വരുന്ന വണ്ടിയും അവിടെ വന്ന് ബ്ലോക്ക് ആകും, മൊത്തമായിട്ട് ബ്ലോക്ക് ആകും. അങ്ങനെ ഒരു കുഴപ്പങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് കൂടെ നമുക്ക് ഇതിന്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു രീതി വരും. പിന്നെ അതിനത് സഹകരിച്ചല്ല കൂടുതൽ ഇതുണ്ടാവും, തിരക്കുണ്ടാകും. അതുപോലെ തിരക്കുണ്ടാകുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഇത് തുറക്കുന്നു നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് എല്ലായിടത്തും അവിടുന്ന് എല്ലാ ആൾക്കാരും വരും. എല്ലാരും വരുന്നതല്ല വണ്ടിയല്ലേ വരുന്നത്. വണ്ടി വരുന്നവരെ പെട്ടെന്ന് അകത്ത് കയറും. 2 ഇതായി കൊടുത്തിരിക്കുന്നു, ഒന്ന് കയറാനും ഇറങ്ങാനും ഉള്ളത്. എങ്ങനെയാലും ബ്ലോക്ക് വരും, അല്ലാതെ തന്നെ ഇവിടെ തന്നെ ബ്ലോക്കാ. ഇത് കൊമരം വഴി വരുന്ന വഴിയാണ്. അപ്പൊ ഇതിലെ വരുന്ന വണ്ടിയും അതിലെ വരുന്ന വണ്ടിയിലാണ് മൊത്തമായിട്ട് ബ്ലോക്ക് ആകും. അപ്പൊ പിന്നെ നമുക്ക് അതിനിടയ്ക്ക് കൂടെ ഈ ഓട്ടോ കുടിച്ചിട്ട് പോകാൻ നടക്കില്ല. അങ്ങനെ ചെറിയ കച്ചവടക്കാരായിട്ടൊന്നും ഇല്ല, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ അവിടെ വരുമ്പോ ഇതൊന്നും നോക്കുകയല്ല, പുതിയ വരുന്ന അങ്ങോട്ടല്ല ആൾക്കാർ കൂടുതലുണ്ട്. അത് കയറി മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം മേടിച്ചിട്ട് വരും. ചെയ്യാൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇല്ല. അത് പോലീസുകാർക്കാണ് കൂടുതൽ പണി വരുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ അവര് രാവിലെ വന്ന് ഞാൻ വൈകിട്ട് വരാൻ കിടന്ന് അതുപോലെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അതുപോലെ അവരതുപോലെ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരുമാതിരി ബ്ലോക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. മണിപ്പുഴയിലെ പോലെ നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ വരുവാണെന്നുണ്ടെങ്കിൽ ഹോം ഗാർഡിനെ കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അത് നമ്മൾ എപ്പോഴും പറയുന്നത് ഇവിടെ സാധാരണ പ്രായമുള്ള ഹോം ഗാർഡിലാണ് വന്നിരിക്കുന്നത്. ഗവർണറും അങ്ങനെ ആൾക്കാരൊക്കെ വന്നാലും പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ട്രാഫിക് പിന്നെ നിയന്ത്രിക്കാം. ഇവിടുന്ന് മറിയപ്പള്ളി വരെയൊക്കെ ചിലപ്പം 10 മിനിറ്റ് കൊണ്ടൊക്കെ ബ്ലോക്ക് ഉണ്ടാകും സംഭവം. ഏറ്റവും കൂടുതൽ നമ്മുടെ വണ്ടി ആയിരിക്കും അല്ലല്ലോ അവരെ നോക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട് എല്ലാ കാശുകൾ കാറൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് പേഴ്സണൽ ആയിട്ട് ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ള ഓട്ടം കിട്ടും. അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്നത് ചെറുകിട കച്ചവടക്കാരെല്ലാം കൂട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതൽ. സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്നത് അങ്ങനെയാണ് പറയുന്നത്. ചെറിയ കച്ചവടക്കാരെല്ലാം പൊട്ടി ഭയങ്കര ഓഫറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കച്ചവടക്കാരെല്ലാം പൂട്ടിപ്പോകും. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് വീതി വിട്ടാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അളവൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പറൊക്കെ എഴുതി വെച്ചെങ്കിൽ അതിന് വേണ്ടിയുള്ള വഴിക്ക് വീതി വിട്ടുവാണെങ്കിൽ പിന്നെ ബ്ലോക്കൊക്കെ മാറി കിട്ടും. പിന്നെ പവറാത്ത പാലം പണി കൂടെ തീർന്നു കഴിയുമ്പോൾ വലിയ വണ്ടി കൂടെ വരാം. തിരക്കനും കൊടുക്കില്ല, അല്ലാതെ തന്നെ തിരക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പ്രതീക്ഷയുണ്ട്, അങ്ങോട്ട് സ്റ്റാൻഡ് മാറ്റാന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ അവിടെ ആ പാലവും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. പാടൊക്കെ ടയോട്ടക്കാരുടെ വണ്ടിയും ഇപ്പുറത്ത് സിമെന്റ് കടയും പിന്നെ ഒരു പാലമല്ല, പാലത്തിനോട് വണ്ടി ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവര് കുറെ കൂടെ ഒരു വഴിയെ കൊണ്ടുപോവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്.